This bittersweet heat is suffocating. Hello guys, welcome to the stream. അപ്പോൾ നമ്മുടെ WARGOD വാർഫെയർ റിലേറ്റിലേക്കാണ് നമ്മളിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ടീം നമ്പർ സ്ലോട്ട് നമ്പർ 2 നമ്മുടെ ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതേമാതിരി സ്ലോട്ട് നമ്പർ 3 നമ്മുടെ PX മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. സ്ലോട്ട് നമ്പർ 4 മെമ്പേഴ്സ് അവിടെ കയറാണ്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. 1X മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. അതേമാതിരി WTF മെമ്പേഴ്സ് അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രൂട്ടലിലെ മെമ്പേഴ്സ് എല്ലാം സെറ്റാണ്. ബ്രൂട്ടലിലെ പിള്ളേരെല്ലാം സെറ്റാണ്. FTX ടീം അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. B4M ടീം സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. ZRMലെ ഒരു പ്ലെയർ ഇവിടെ കയറാണ്ട്. LXലെ 2 പ്ലെയേഴ്സ് കയറാണ്ട്. ടീം നമ്പർ 13 അവിടെ കയറി വരാണ്ട്. SN4ലെ മെമ്പേഴ്സ് കയറി വരാണ്ട്. SN4ലെ 4 മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. AKC ടീം മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് NOT ടീം അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ മാഡ്മാനൊക്കെ ഏത് ടീമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സ്ലോട്ട് നമ്പർ 19ലെ മെമ്പേഴ്സ് അവിടെ സെറ്റാണ്. ആഷസിലെ മെമ്പേഴ്സ് അവിടെ 3 പേര് കയറി വന്നിട്ടുണ്ട്. ബ്ലൈൻഡിലെ 2 മെമ്പേഴ്സ് കയറിയിട്ടുണ്ട്. LMXലെ 4 പ്ലേയേഴ്സ് കയറി വരുന്നിട്ടുണ്ട്. അപ്പോൾ WARGODലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. DC കിൽഡ്, DC ഹോണറ്റ് എല്ലാം അവിടെ സെറ്റാണ്. അപ്പോൾ WARGODലെ ഒരു മെമ്പറിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. AKC ടീം മെമ്പേഴ്സ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് NOT ടീം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. മെമ്പേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട് നമ്മുടെ മാച്ചിലേക്ക്. അപ്പം നമ്മുടെ 7 പേര് വാച്ചിങ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇന്ന് പതിവിലും വിപരീതമായിട്ട് ആദ്യം തന്നെ മെമ്പേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട് വാച്ചിങ്ങിനായിട്ട്. അപ്പോൾ റെഡക്സിലെ മെമ്പേഴ്സൊക്കെ കയറി വരുന്നുള്ളൂ. PK ബ്ലൈൻഡേഴ്സിലെ മെമ്പേഴ്സ് നമ്മുടെ സോൾ റെഡക്സ് ഒക്കെ അവിടെ കയറി വരുന്നുള്ളൂ. 1Xലെ മെമ്പേഴ്സ് സെറ്റായിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് സെറ്റാണ്. WTF മെമ്പേഴ്സ് അവിടെ സെറ്റാണ്. WTF അതേമാതിരി ബൂഗി ബ്രൂട്ടലൊക്കെ അവിടെ സെറ്റാണ്. നമ്മുടെ ബ്രൂട്ടലിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. MTX ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. B4 ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ZRM ടീമിലെ മെമ്പേഴ്സ് എല്ലാം കയറി വന്നിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 13ലെ മെമ്പേഴ്സ് അവിടെ കയറാനുണ്ട്. 15ലെ മെമ്പേഴ്സ് അവിടെ കയറാനുണ്ട്. LX ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SN4 ടീം അവിടെ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട്. AKC ടീം അവിടെ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ NOT ടീമിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീം നമ്പേഴ്സ് 19 എന്ന് പറയാം. ബാക്കി അവരുടെ പേര് എനിക്കറിയത്തില്ല ബ്രോ. എനിക്ക്
F1 ടീമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. F1-ലെ മെമ്പേഴ്സ് എല്ലാം സെറ്റാണ്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ബ്ലൈൻഡിലെ 3 മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. സീനിയർ ബ്ലൈൻഡ് വൂൾഫ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം ബ്ലൈൻഡ് വില്യംസ് ഇവിടെ എത്തുന്നതോടുകൂടി അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. LMS മെമ്പേഴ്സ് എല്ലാം അവിടെ കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ടി ഗോഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. DC മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അതോടൊപ്പം വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ 3 ടീമുകൾ ഏകദേശം വരാനുണ്ട്. അതോടൊപ്പം തന്നെ റെഡക്സിലെ മെമ്പേഴ്സ് ഇവിടെ വന്നു ചേരാനുണ്ട്. അപ്പോൾ ഓൾറെഡി ടൈം ആയിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ ജോയിൻ? ജസ്റ്റിൻ ആദിത്യ എന്ന് പറയുന്നുണ്ട്. പ്ലീസ് കോൺടാക്ട് വിത്ത് വാർഗോഡ് ലീഡർ. സോ ഹി വിൽ ബി ഗൈഡിങ് യു. Please speak Hindi or English. Bro, I will be trying to speak it in English, Hindi or English, no problem. Justin Aditya. Justin Aditya, welcome to the stream. About how can you join means you can come in contact with WARGOD Judger or WARGOD Killright, either of them. So they will be guiding you regarding the joining and all. So let's see the members who all are joined here. So Phoenix team is on slot number 2, PX team on slot number 3, and Redex members on slot number 4, Ground Zero on slot number 5, 1X team at slot number 6, WTF on slot number 7, Brutal team at slot number 8, MTX team at slot number 9, B4M team at slot number 10, ZRM team only 3 members are there at slot number 11, LX team is on slot number 12, 14th is SN4, 16th AKC team, NOT team at 17, F1 team at 19, Ashes at 20, Blind at 21, LMX at 22, and 23 is for T-God, and DEC is at 24, and WARGOD is at 25. സോ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം മിലിറ്ററി ബേസിന് മുകളിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഗാഡ്ക ഹോസ്പിറ്റൽ റീജിയൻ ഫേവർ ചെയ്തിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പാരോ ടി ഗോഡ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഹൃദയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് സ്പാരോ ടി ഗോഡ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട് ഓൾറെഡി തന്നെ. അതായത് പിന്നെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ LMX ടീം മെമ്പേഴ്സ് അവിടെ ടി ഗോഡ് ഉയർ എന്ന് നിസാം ഷാനവാസ് അവിടെ എത്തിയിട്ടുണ്ട്. നിഷാം ഷാനവാസ്, വെൽക്കം ടു ദി സ്ട്രീം. അപ്പോൾ ടി ഗോഡിൻ്റെ സപ്പോർട്ടുമായിട്ട് സ്പാരോ എത്തിയിട്ടുണ്ട്. ടി ഗോഡിൻ്റെ ഒരു വമ്പൻ നിര തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ടുമായിട്ട് ചാറ്റിങ്ങിൽ. അപ്പം അതോടൊപ്പം തന്നെ ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ നോർപ്പോ ലക്ഷ്യമാക്കിയുള്ള പോക്കാൻ തോന്നുന്നു ഫിനിക്സിലെ മെമ്പേഴ്സ്. ZRM ടീം അവിടെ റിപ്പയർ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീം മെമ്പർ ബ്രൂട്ടലും അവരോടൊപ്പം തന്നെ ഉണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ റിപ്പയർ ഏരിയയിൽ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർഗോഡ് ടീം അവിടെ പോച്ചിങ്കി ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അപ്പോൾ പോച്ചിങ്കിയിൽ DEC വാർഗോഡ് എല്ലാം തമ്മിലുള്ള ഫൈറ്റ്, എക്സ്ട്രീം ഫൈറ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. SN4 മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. SN4-ലെ മെമ്പേഴ്സ്, ടി ഗോഡിലെ മെമ്പേഴ്സ് 23 അവിടെ ജോർജ് പൂൾ സിറ്റി ആണോ അതോ സ്കൂളാണോ എന്നറിയത്തില്ല, സ്കൂളല്ലല്ലോ ഹോസ്പിറ്റലാണോ എന്നറിയത്തില്ല, അവിടെ ആയിട്ട് ലൂട്ട് ചെയ്യുന്നു. എപെക്സ് ഐക്കോണിക് എത്തിയിട്ടുണ്ടോ? വൈപ്പറേട്ട പൊളിക്ക് എന്ന് പറയുന്നുണ്ട്. വെൽക്കം എപെക്സ് ഐക്കോണിക്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ആദ്യം തന്നെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ZRM ടീമിൻ്റെ അടുത്തേക്കായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാൻ നമുക്ക് ഫിനിക്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ വാർഗോഡ് ടീമിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ 4 ടീമുകളുള്ള ടീം നമ്പർ 20, ടീം നമ്പർ 3, ടീം നമ്പർ 21 and 24 are there in പോച്ചിങ്കി. ബ്രൂട്ടൽ ഗെയിമിംഗ് എത്തിയിട്ടുണ്ട് സപ്പോർട്ടുമായിട്ട്, ബിഗ് സപ്പോർട്ട്. വാർഗോഡിനെതിരെ PX ടീം അവിടെ ഫസ്റ്റ് തന്നെ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം PXലെ മെമ്പേഴ്സ് അവിടെ കംപ്ലീറ്റ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി ബ്ലൈൻഡിലെ മെമ്പേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആഷസിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. DCയിലെ കരണിനെ മാത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. DCയിലെ മറ്റു ബ്ലൈൻഡിലെ വൂൾഫ് അവിടെ ഓടുന്നതാണ്. അതപ്പം ടീം നമ്പർ 20 അതുവഴി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറണ്ട് സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫിനിക്സ് പൊളിക്കുക എന്ന് എപെക്സ് ഐക്കോണിക് പറയുന്നുണ്ട്. ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ വാർഗോഡിലെ മെർമൻ എല്ലാം ഓടി നടക്കുന്നുണ്ട്. വാർഗോഡ് സ്റ്റാഷ് എൻവിയോൺ എല്ലാം ഓടി നടക്കുന്നുള്ളൂ. വാർഗോഡിലെ കിൽ റാറ്റ് അവിടെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ 1Xലെ മെമ്പേഴ്സ് ആദ്യം തന്നെ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പങ്ക് PXനെ ബ്ലൈൻഡ് സീനിയർ എക്സ്പി ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ആദ്യം തന്നെ ഡൗൺ ചെയ്യുന്നു. ബ്ലൈൻഡ് ആസ്ട്രിക്സ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അബ്സോർവർ PXനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PXലെ 2 മെമ്പേഴ്സ് ആദ്യം തന്നെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ടി ഗോഡ് 69 ബിഗ് ഫാൻസർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PXലെ 2 മെമ്പേഴ്സ് അവിടെ 1Xലെ മെമ്പേഴ്സ് NOTയുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ബ്ലൈൻഡിലെ സീനിയർ അബ്സോർവർ PXനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡൂഡ് PX അവിടെ കംപ്ലീറ്റ് ഫയർ കൊടുക്കുന്നുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഫയറിങ് ദൂരെ. അപ്പോൾ എന്തായാലും
ഡ്യൂഡ് പി എക്സ് ആൻഡ് ഷെസാം പി എക്സ് അവിടെ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാർഗോഡിലെ കിൽറാറ്റ് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിൽറാറ്റ് ഏകദേശം 1 HP നിൽക്കുകയാണ് വാർഗോഡിലെ കിൽറാറ്റ്. ബാക്കി മെമ്പേഴ്സ് ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ഡ്യൂഡ് പി എക്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡ് വില്യംസ് അവിടെ നെയ്ഡുകളും കാര്യങ്ങളൊക്കെ എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂഡ് പി എക്സിൻ്റെ അടുത്തേക്ക് ഒരു നെയ്ഡ് എന്താകും എന്നറിയത്തില്ല. എന്തായാലും ഡ്യൂഡ് പി എക്സിൻ്റെ അടുത്തേക്ക് കയറി ചെന്നിട്ട് ഡ്യൂഡ് അവിടെ ബാക്കിലിട്ട് വലിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം ടി ഗോഡിന് സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം സീനിയർ എക്സ് പി അവിടെ കയറി ചെല്ലുന്ന ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സീനിയർ എക്സ് പി അവിടെ പി എക്സിലെ മെമ്പറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ ഫയർ എടുക്കുന്നുണ്ടായിരുന്നു. ബ്രൂട്ടൽ ടീമിൻ്റെ അടുത്തേക്ക് പോകും. NOT ടീം അവിടെ സ്പെക്ക് ചെയ്യുകയാണ്. NOT ടീമിൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ ടീംസ് ആണുള്ളത്. മൾട്ടിപ്പിൾ ടീംസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. NOT സ്പെക്ടറൊക്കെ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1Xലെ തോമ്പ് അവിടെ കാണുന്നുണ്ട്. LXലെ മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ റെഡ് എക്സിലെ മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. ടി ഗോ ടീം ഇവിടെ അടുത്തായിട്ട് തന്നെ കാണുന്നു. ടി ഗോ ടീം ഡയബോളിക് ആൻഡ് സ്കോച്ച് എന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 1X ആൻഡ് LX തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നത്. LX ഹൂളിഗൻ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈക്ലോപ്സ് അവിടെ ഏകദേശം 10 HP ബാലൻസ് ആയിട്ടുണ്ട്. NOTയിലെ സ്പെക്ടർ അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. നമ്മുടെ LXലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. LX ആൻഡ് NOTയിലെ 2 മെമ്പേഴ്സ്, LXലെ ബാക്കി എല്ലാ മെമ്പേഴ്സും അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് ആൻഡ് വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആഷസ് ആൻഡ് വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. വാർഗോഡിലെ മെർമൻ അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. മെർമൻ്റെ അടുത്തേക്ക് ഫൈറ്റിന് പോയപ്പോഴത്തേക്ക് എന്തായാലും മനോഹരമായിട്ട് തന്നെ നമ്മുടെ സ്ക്രീൻ ആദ്യം തന്നെ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർ PUBG ഗൈസ് എന്ന് പറയാം. അപ്പോൾ സ്ക്രീൻ ഫ്രീസ് ചെയ്ത് നമ്മൾ തിരിച്ച് വീണ്ടും കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് ബ്രോ, ആൾ ചാട്ടിലാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആൾ ചാട്ടിലുള്ള നിലവിളികളാണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ PUBG ബഗ് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും മാച്ചിലേക്ക് കയറാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാച്ചിലേക്ക് വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തോ ആയെന്നറിയത്തില്ല. 19 ടീംസ് ഉണ്ടായിരുന്നു. 72 മെമ്പേഴ്സും ലൈവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നു. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ വീഴുന്നുണ്ട്. വാർഗോഡിനെ സ്പെക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ സ്ക്രീൻ ഫ്രീസ് ആയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ. അപ്പം നമ്മൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 18 ടീമുകളിലായിട്ട് 66 മെമ്പേഴ്സാണ് ശേഷിക്കുന്നത്. ഫിനിക്സ് എവിടെ ഇറങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ നോറപ്പോവ ഏരിയയിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിൽക്കുന്ന. ബാക്കി ഫൈറ്റുകളൊക്കെ എന്തായി. വാർഗോഡ് ടീമിനെ അവിടെ കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും DEC മെമ്പേഴ്സ് ബ്ലൈൻഡ് ആൻഡ് ആഷസ് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും ഇനി നടക്കാൻ ചാൻസ് ഉള്ളത്. അതേമാതിരി തന്നെ 17ൻ്റെ അടുത്ത് LXലെ മെമ്പേഴ്സ് ഉണ്ട്. 17-6 ആൻഡ് ടി ഗോഡിലെ മെമ്പേഴ്സൊക്കെ അവിടെ ലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൺ നമുക്ക് ഫോം ആയിട്ടുണ്ട്. സോണിലേക്ക് നല്ല ദൂരം പോകാനുണ്ട്. സോണിലേക്ക് എല്ലാ മെമ്പേഴ്സിനും നല്ല ദൂരം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും DECയുടെ അടുത്തേക്ക് പോകാം. DEC കില്ലറൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. ലെവൽ 1 ബാഗ്, ലെവൽ 1 ഹെൽമെറ്റ് എല്ലാം ലെവൽ 1 വെച്ചാണ് ഓടുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ടീം നമ്പർ 21 ഉണ്ട്. 21ലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷസിലെ രാജനെ ബ്ലൈൻഡ് വില്യംസ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ടീം അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ബ്ലൈൻഡ് ആസ്ട്രിക്സ് OP അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ സീനിയർ XP നല്ല ഡാമേജ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബ്ലൈൻഡ് ആഷസിൽ തന്നെ വേറൊരു ഇബിലീസ് മാത്രമേ ഉള്ളൂ ബാലൻസ് എന്ന് തോന്നുന്നു. ഇബിലീസാണോ ലിബീസ എന്ന് തോന്നുന്നു. എൽബിസ. ആഷസിലെ ഒരു മെമ്പർ മാത്രം. ആഷസിലെ ബാക്കി 2 മെമ്പേഴ്സ് ഡൗൺ. DEC ടീം അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ മനോഹരമായിട്ട് എത്തിയിട്ടുണ്ട്. DEC കില്ലർ ആഷസിലെ രാജയുടെ കില്ല് ട്രേഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും സീനിയർ XP അവിടെ 1 HP നിൽക്കുകയാണ്. ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി വരുന്നുണ്ട്. ലിപ്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ആഷസ് 2 ECനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് സീനിയർ XP എന്തായാലും നേടുകളും കാര്യങ്ങളൊക്കെ അടുത്തൊക്കെ എറിയുന്നുണ്ട്. ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് പൊട്ടിയാൽ ആരെന്താകും എന്നറിയത്തില്ല. എന്തായാലും പൊട്ടി തകരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബാക്കി ഷീനൊക്കെ അവിടെ ഓടി എത്തുന്നത്. DEC ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് വളരുന്നുണ്ട്. PB സോൾട്ടഡ് എക്സ് വണ്ടിയിൽ നിന്ന് വീണ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആഷസിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കടുകട നെയ്ഡുകളാണ് ആഷസിലെ മെമ്പേഴ്സ് അവിടെ കടുകട നെയ്ഡുകളാണ് ബ്ലൈൻഡിൻ്റെ അടുത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ടി ഗോഡ് ഉയർ എന്ന് പറയുന്നുണ്ട്. ടി ഗോഡ് മെമ്പേഴ്സ് അവിടെ നല്ല സേഫാണ് ബ്രോ. അപ്പോൾ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ബ്ലൈൻഡ് വില്യംസ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആസ്ട്രിക്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DEC ഉടൻ തന്നെ തേർഡ് പാർട്ടി എടുക്കാൻ വരും എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പം ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ DEC കരൺ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. കരൺ അവിടെ ഹോൾഡ് ചെയ്യുകയാണ്. കരൺ നന്നേ ബാക്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ടീം നമ്പർ 17ൻ്റെ അടുത്ത് തൽക്കാലം കുഴപ്പങ്ങളൊന്നുമില്ല. ഫിനിക്സ് ടീമിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. WTF ടീമിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. AKC ടീമിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. ഗ്രൗണ്ട് 0 മെമ്പേഴ്സിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അതേമാതിരി ബ്രൂട്ടൽ മെമ്പേഴ്സിൻ്റെ അടുത്ത് കുഴപ്പമില്ല. ടി ഗോഡിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഈ ഏരിയയിലാണ് ക്രൗഡഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ DEC കരൺ എല്ലാം ഡൗൺ ആയിട്ടിരിക്കും. ഡൗൺ അല്ലല്ലോ. ബ്ലൈൻഡിലെ ആസ്ട്രിക്സ് ഏകദേശം ഡൗൺ ആയിട്ടായിരിക്കും. അപ്പോൾ DECയിലെ മെമ്പേഴ്സ് സ്പോട്ട് ചെയ്ത് എനിക്ക് മെമ്പേഴ്സ് ഇല്ലയെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ടീം നമ്പർ 10ലെ ഡിസ്പാറ്റർ ബിഫോർ അവിടെ ഫൈറ്റ് പരസ്പരമുള്ള ഫൈറ്റുകൾക്ക്
അരുത് ബ്രോ അരുത്. അപ്പോൾ NOT സ്പെക്ടറിനെയൊക്കെയാണ് നമ്മൾ സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 6 അവിടെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ 6 മെമ്പേഴ്സ്. അപ്പോൾ NOT 2 മെമ്പേഴ്സ് അവിടെ ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ 1X മെമ്പേഴ്സ് അവിടെ തേടി നടക്കുകയാണ്. NOT മെമ്പേഴ്സ് അവിടെ നിന്ന് തേടി നടക്കുകയാണ്. LX മെമ്പേഴ്സിനെ നമുക്ക് സ്പോട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. LX മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യും, അവർ പോയോ? ഇല്ല. LX മെമ്പേഴ്സ് ജോർജ് പൂൾ കണ്ടെയ്നറിൻ്റെ ഏരിയയിൽ നിൽപ്പുണ്ട്. 1X മെമ്പേഴ്സ് തിരതി നടക്കുകയാണ് നമ്മുടെ NOT മെമ്പേഴ്സിനെ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. സാരോ എത്തിയിട്ട് സ്ട്രീം സ്നൈപ്പിംഗ് ആണ് നേരിലുള്ളവന ഓൾ ചാറ്റ് ഓഫ് ചെയ്യാൻ ലോൾ. അപ്പോൾ ബാക്കി NOT പ്രസൻറ്റ് NOT സ്പെക്ടർ എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ബാക്കി വേറെ ഫൈറ്റ് കാണും. DC ടീം വീണ്ടും അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ DC ടീമിലേക്ക് പോകാൻ DC മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. DCയിൽ ബ്ലൈൻഡിലെ ആസ്ട്രിക്സ്, ബ്ലൈൻഡിലെ സീനിയർ XP ഒക്കെ നല്ല ഡാമേജ് ആയിട്ടിരിപ്പുണ്ട്. DC കില്ലർക്കാരൻ എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. അവരവിടെ നിൽക്കുക. സ്ക്വാഡ് ഹൗസും DC കാരൻ ഹോർണറ്റ് എല്ലാം അവിടെ സ്ക്വാഡ് ഹൗസ് ഏരിയയിലും എല്ലാം കവറായിട്ട് ചെയ്തിരിക്കുക. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. F1 മെമ്പർ ആൻഡ് B4 തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. DC കില്ലർ ബ്ലൈൻഡ് ആസ്ട്രിക്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലർ നോക്കിയിരിക്കുമായിരുന്നു തോന്നുന്നു. അപ്പോൾ ബ്ലൈൻഡിലൊരു മെമ്പറിനെ ഡൗൺ ചെയ്യാൻ B4-ഉമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതവിടെ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. B4 കാണുന്നില്ല. F1 മെമ്പേഴ്സ് ദൂരെ നിന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്തായാലും കയറിയ DC ഷീൻ അവിടെ ഓടി നടക്കുന്നതാണ് കാണുന്നത്. സീനിയർ XP അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സീനിയർ XP അവിടെ നിന്ന് മാക്സിമം അത് എന്ത് ഫയറിംഗ് ആയിരുന്നെന്ന് മനസ്സിലായില്ല. എന്തായാലും മനോഹരമായ രീതിയിലുള്ള ബാൽക്കണിയിലിരുന്നുള്ള ഫയറിംഗ് ആയിരുന്നു നമ്മുടെ ഷീൻ്റെ അടുത്തേക്ക് നടന്നത്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ. അപ്പോൾ ഏഷ്യസിലെ ഇബീസ അവിടെ ഇപ്പോഴും ഓടി നടക്കുന്നേ ഉള്ളൂ. ഇബീസ ക്യാപിറ്റലാണെന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പോൾ ബാക്കി ബ്ലൈൻഡിലെ മെമ്പേഴ്സ് വില്യംസ് ആൻഡ് സീനിയർ XP മാത്രമേ ഉള്ളൂ. ബാക്കി ബ്ലൈൻഡിലെ ഒരു മെമ്പറിനെ കൂടെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ DC കാരനൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാം. DC ഷീൻ്റെ അടുത്തേക്കൊക്കെ ഓടി വരുന്നുണ്ട് DC കില്ലേഴ്സൊക്കെ. ഫിനിക്സ് അവിടെ വൈപ്പറയെന്ന് ചോദിക്കുന്നുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഫാം ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. നോറപ്പോവയൊക്കെ ലൂട്ട് ചെയ്ത് ഫാം ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സോണിലേക്ക് പോകാനുള്ള ശ്രമമാണ്. WTFലെ ആക്സിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആക്സി ഇതെല്ലാം ഫിനിക്സിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്മോക്കൊക്കെ ഇട്ട് റെഡി ആയിട്ട് വെച്ചേക്കുവാണ് നമ്മുടെ DC മെമ്പേഴ്സ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ്. ഈ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പോൾ DC കാരനൊക്കെ നമ്മൾ ബാൽക്കണിയിൽ നിന്നുള്ള സ്പ്രേ ആണെന്ന് തോന്നുന്നു. എന്തായാലും കില്ലർ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. കില്ലർ അവിടെ നിന്ന് ഒരു നെയ്ഡും കാര്യങ്ങളൊക്കെ എടുത്തെറിയാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതോടൊപ്പം തന്നെ ടീം നമ്പർ 20 ഇബീസ അവിടെ നിന്ന് നൈസായിട്ട് വലിയുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ? ഫിനിക്സ് ടീം നേരെ AKC ടീമിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. AKCയുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ടീം നമ്പർ 16 vs 2 എന്ന് തോന്നുന്നു നടക്കാൻ ചാൻസ് ഉള്ള. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് DC മെമ്പേഴ്സ് എല്ലാം അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലൈൻഡിൻ്റെ അടുത്തേക്ക്. ബാക്കി ഫൈറ്റുകളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബ്രോ ഈ ഫൈറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ DC കില്ലറൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. എന്താകും എന്ന് നമുക്ക് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ DC മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സുമായിട്ട് കയറി ഫൈറ്റ് എടുക്കുക. ബ്ലൈൻഡ് സീനിയർ XP അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സീനിയർ റൗണ്ടിൻ്റെ അടുത്തേക്ക് കരൺ കയറി വരുന്നുണ്ടായിരുന്നു. ബ്ലൈൻഡ് സീനിയർ അവിടെ ഫയർ കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ് സീനിയറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ഹോണറ്റ് അവിടെ ഡൗൺ ആണ്. എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് ഫയർ കൊടുത്തു. DC കില്ലർ അവിടെ ഡൗൺ ആണ്. DC കരൺ മാത്രമേ ഉള്ളൂ. കരൺ അവിടെ കയറി വരുന്നുണ്ട്. കരൺ അവിടെ ഡ്രോപ്പ് ഡൗൺ ഷോട്ടൊക്കെ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കരണിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു വില്യംസ്. DC ടീമിനെ ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡിലെ വില്യംസിൻ്റെ മനോഹരമായ ക്ലച്ച്. അപ്പോൾ DC ടീമിനെ കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിരിക്കുകയാണ് ബ്ലൈൻഡിലെ വില്യംസ് എന്തായാലും. അപ്പോൾ നമ്മുടെ ബാക്കി നോക്കുവാണെങ്കിൽ ഫൈറ്റുകളൊക്കെ നോക്കുവാണെങ്കിൽ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ സോണിൽ കയറുന്നേ ഉള്ളൂ. ടീം NOTയിലെ സ്പെക്ടറൊക്കെ അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ക്രഷർ ടീം LXലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു അവിടെ കയറി വരുന്നുള്ളൂ. WARGOD അവിടെ ഇവിടുന്ന് നല്ലൊരു റൊട്ടേഷൻ എടുത്ത് നേരെ സാർക്ക് റീജിയനിൽ എത്തിയിട്ടുണ്ട്. SN4ലെ മെമ്പേഴ്സ് അവിടെ ജോർജ് പൂൾ സിറ്റിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. MTXലെ മെമ്പേഴ്സ് ഷൂട്ടിംഗ് റേഞ്ചിനടുത്തായിട്ട് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ കുറേയേറെ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ആരും എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇബീസ മാത്രം അവിടെ അടുത്തുണ്ട്. ഇബീസ എവിടെയാണ്? ഇബീസേനെ കണ്ടവരുണ്ടോ? ഇബീസ തൊട്ടടുത്ത് ആഷസിലെ ഇബീസ ഇപ്പോഴും ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒളിച്ചു പതുങ്ങി ചെന്ന് കയറി ഫൈറ്റ് എടുക്കാൻ നോക്കുകയാണ്. സ്പെക് MTX എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ, ഓഫ് കോഴ്സ്. സോ MTX ടീം അവിടെ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MTXലെ മെമ്പേഴ്സ് അവിടെ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വണ്ടിയൊക്കെ എടുത്ത് പോകാനുള്ള ശ്രമത്തിലാണ്. MTXലെ മെമ്പേഴ്സ് അവിടെ സേഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സാർക്കി റീജിയനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. സാർക്കി ഏരിയയിൽ നിന്ന് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് MTX മെമ്പേഴ്സ്. ബ്രോ ഫീനിക്സ് എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ, ഓഫ് കോഴ്സ് ഫീനിക്സ് അവിടെ സ്കൂളിലെ അപ്പാർട്ട്മെൻറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഫ്ലെയറും കാര്യങ്ങളൊക്കെ അടിച്ച് അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഫീനിക്സ് ആഷ്ട്രയൊക്കെ ഓടി നടക്കുന്ന കാണാം. തൊട്ടടുത്ത് തന്നെ ഫീനിക്സ് നൂബ്, അപ്പുറത്തെ കോമ്പൗണ്ടിൽ ഡെയ്മൻ ആൻഡ് വീക്ക് അവിടെ നിൽക്കുന്ന കാണാം. ഒരു ഫ്ലെയറൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേർ.
അപ്പോൾ അതോടൊപ്പം തന്നെ സ്കൂൾ ഏരിയയിൽ ആരും കാണുന്നില്ല. റസോക്കിൽ ഇനിയുള്ളതെന്ന് വെച്ചാൽ ടീം നമ്പർ 19 F1 മെമ്പേഴ്സാണ്. അപ്പോൾ 14 ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. MTX ഫൈറ്റാണെന്ന് തോന്നുന്നു. MTX മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് SN4 ടോർഗോ BTC ഉണ്ടല്ലോ. SN4 മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കാൻ ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ എടുത്ത് ആശാങ്ക് മാറ്റിയിടുകയാണ്. അപ്പോൾ വണ്ടി എടുത്ത് ഇട്ടുണ്ട്. അവിടുന്ന് ദൂരെ നിന്ന് ഫയർ ടാർഗറ്റിന് അവിടെ ദൂരെ നിന്ന് നല്ല ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. MTX മെമ്പേഴ്സ് ആൻഡ് SN4 തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. MTX മെമ്പേഴ്സ് ഒന്ന് സ്പ്രെഡ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ടെഡിക്ക് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. SN4 ഫൈറ്റിൽ ടെഡിക്ക് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. SN4 ടാർഗറ്റിനൊക്കെ നല്ല സ്പ്രേ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്പെക് ഫിനിക്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഫിനിക്സിനെ സ്പെക്ക് ചെയ്തായിരുന്നു ബ്രോ. അവരുടെ അടുത്തേക്ക് എന്തായാലും ബാക്കി ടീം മെമ്പേഴ്സൊക്കെ എത്തിയോ ഇല്ലയെന്നല്ല അറിയത്തില്ല. എന്തായാലും ഗ്രൗണ്ട് 0 മെമ്പേഴ്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ F1 മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ SN4 ഫൈറ്റാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോൺ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൺ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് വേറെ ഫൈറ്റുകളിലേക്ക് പോകാം. ടീം നമ്പർ 12 അവിടെ ഫൈറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നിഞ്ച അവിടെ ഫയർ എടുക്കുന്നുണ്ട്. 1X ടീമെതിരെ തോന്നുന്നു ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. NOT സ്പെക്ടറിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയറിംഗ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. NOT സ്പെക്ടർ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. NOTയിലെ പോയിസൺ തൊട്ടടുത്തുണ്ട്. LX മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ഹൂളിഗനൊക്കെ ഓടി നടക്കുന്നേ ഉള്ളൂ. ഹൂളിഗനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ വണ്ടിയൊക്കെ എടുക്കുന്നതായിട്ടുള്ള സൗണ്ട് നമുക്ക് കാണാം. LX AR അവിടെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. NOT പോയിസൺ സ്പെക്ടർ എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ LX മെമ്പേഴ്സ് അവിടെ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ ശ്രമിക്കുകയെന്ന് തോന്നുന്നു. 1X മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ LX മെമ്പേഴ്സ് സോണിനുള്ളിൽ തന്നെ ആണെങ്കിൽ തന്നെ അവിടെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് ഫൈറ്റൊന്നും എടുക്കാതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് NOT മെമ്പേഴ്സിനെ ആശ്വസിക്കാം. അതേമാതിരി തന്നെ ബാക്കിൽ കൂടെ 1X മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. 1X മെമ്പേഴ്സ് നല്ലൊരു കാഴ്ചയാണ് കൊടുത്തത്. ബ്ലൈൻഡ് വില്യംസ് അവിടെ BCനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും LX മെമ്പേഴ്സിൻ്റെ അടുത്ത് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും NOT മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. LX മെമ്പേഴ്സ് കബളിപ്പിക്കാനായിരുന്നു തോന്നുന്നു. എന്തായാലും 1Xമായിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് LX അവിടെ കയറി ചെന്നിട്ടുണ്ട്. LX അവിടെ കംപ്ലീറ്റ് ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. NOT സ്പെക്ടറിനെ 1X തോമ്പ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT പോയിസനെ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 1X ടോമ്പിൻ്റെ ഫയറിങ്ങിൽ എന്തായാലും LX മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. LX മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. LX ഹൂളിഗനൊക്കെ വണ്ടി മാറ്റിയിട്ടുണ്ട്. നിഞ്ച OP അവിടെ കിടപ്പുണ്ട്. നിഞ്ച OPയുടെ അടുത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നോ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. എപെക്സ് ഐക്കോണിക് TGOD എന്ന് പറയുന്നുണ്ട്. യെസ് 1 സെക്കൻഡ്. അപ്പം അവിടെ മോളിൽ നേടും കാര്യങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LXലെ നിഞ്ച OPയുടെ അടുത്ത് വന്നൊരു നീഡ് പൊട്ടിയായിരുന്നു. പക്ഷേ ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. 1X മെമ്പേഴ്സ് അവിടെ കയറി വരുന്നേ ഉള്ളൂ. ഫൈറ്റിംഗ് ഒക്കെ ആയിട്ട് വേറെ തൽക്കാലം എങ്ങും ഫൈറ്റിംഗ് നടക്കുന്നില്ല. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ സേഫാണ്. WTF സേഫാണ്. AKC സേഫാണ്. അതേമാതിരി TGOD മെമ്പേഴ്സും തൽക്കാലം സേഫാണ്. അത് B4M മെമ്പേഴ്സ് അവിടെ ഷൂട്ടിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. LMX മെമ്പേഴ്സ് അവിടെ സേഫായിട്ട് നിൽക്കുന്നു തൽക്കാലത്തേക്ക്. REDX മെമ്പേഴ്സ് അവിടെ സോണിൽ കയറി. തൽക്കാലം നടക്കുന്ന ഫൈറ്റുകൾ ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ. TGOD ഉയർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ LX ARL യദുവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് നല്ല ദൂരെ നിന്ന് അവിടെ ഡൗൺ ചെയ്തേക്കുന്നത്. അപ്പോൾ 1X ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം. LX ഹൂളിഗനൊക്കെ ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് 1Xൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക്. LX ഹൂളിഗൻ അവിടെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. സൈക്ലോപ്സ് നല്ല രീതിയിൽ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് LX ഹൂളിഗൻ്റെ അടുത്ത്. നിഞ്ച OP ഒപ്പർ സപ്പോർട്ടിന് എടുത്തിട്ടുണ്ട്. നിഞ്ച OP അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട് സൈക്ലോപ്സിൻ്റെ അടുത്തേക്ക് എഡ്ഗർ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിഞ്ച OPക്കെതിരെ. LXലെ ഹൂളിഗൻ അവിടെ ഹീൽ ബാക്ക് ആയിട്ടുണ്ട്. നിഞ്ച അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എഡ്ഗറിനൊക്കെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1Xലെ തോമ്പ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടോംബ് അവിടെ നിഞ്ചയ്ക്കെതിരെ ഫയർ നിഞ്ചനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹൂളിഗൻ അവിടെ കയറി ചെന്നുണ്ട്. ടോമ്പിൻ്റെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഫയർ കൊടുക്കാൻ ചാൻസ്. ഹൂളിഗൻ അവിടെ മനോഹരമായ സ്പ്രേ, ഒരു രക്ഷയില്ലാത്ത സ്പ്രേ ഹൂളിഗനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LXലെ ARL അവിടെ കയറി വരേണ്ടതായിട്ടുണ്ട്. ARL അവിടെ വമ്പിച്ച ഫയറിങ്. എന്തായാലും LXലെ മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. LX ARL അവിടെ ഓടിയെത്തുന്നുണ്ട്. ഫയർ കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LXലെ ARL അവിടെ നിന്ന് കയറി ചെല്ലുകയാണ്. 1Xലെ തോമ്പ് അവിടെ റിവൈവ് ആകുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും ടോമ്പിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഇവിടെ LXലെ തോമ്പ് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. ടോമ്പിൽ തിരിച്ച് എത്തുന്നുണ്ട്. അപ്പം LXലെ ARL മനോഹരമായിട്ട് കയറി ചെല്ലാൻ ശ്രമിക്കുന്നു. റിവൈവലൊന്നും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബ്ലൈൻഡ് ടോമ്പിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. 1Xലെ തോമ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. 1Xലെ മെമ്പേഴ്സ് അവിടെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. LX ARL അവിടെ നല്ല ഡാമേജ് നിൽക്കുന്നു. LX ടീം മനോഹരമായിട്ട് തന്നെ പോരാടി അവിടെ. അപ്പം ബാക്കി ഫൈറ്റിംഗ് നോക്കുവാണെങ്കിൽ ആരും തന്നെ സോണിൽ കയറിയിട്ടില്ല. ബ്ലൈൻഡ് ടീം മെമ്പേഴ്സ് അവിടെ സോണിൽ കയറുന്നുണ്ട്. ബ്രൂട്ടൽ ടീമിൻ്റെ അടുത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് TGODനെ ഒന്ന് കാണിച്ചേക്കാം നമുക്ക്. അപ്പോൾ TGODലെ സ്കോച്ചൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അവർ മനോഹരമായിട്ട് അവിടെ മാറാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ
15 പേര് വാച്ചിങ് ഗൈസ്. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ട് പോകുക. സബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ സോൺ എക്സ്ട്രീമായിട്ടൊരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബാക്കിയുള്ള മെമ്പേഴ്സിനുള്ള സോണിൽ പോകേണ്ടതുണ്ട്. 4 ടീംസ് മാത്രമാണ് തൽക്കാലം സോണിലുള്ളത്. നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ്, F1 മെമ്പേഴ്സ്, AKC മെമ്പേഴ്സ് ആൻഡ് നമ്മുടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സാണ് സോണിലുള്ളത് തൽക്കാലം. ബ്ലൈൻഡ് ടീമിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ബ്രൂട്ടൽ ടീമിന് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ഫിനിക്സ് ടീമിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. LXലെ മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. SN4ലെ മെമ്പേഴ്സ് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. MTXലെ മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അതേമാതിരി LMX ടീം നല്ലൊരു റൊട്ടേഷൻ എടുക്കാനുണ്ട്. TGOD ടീമിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ B4M മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ബാക്കി ഫൈറ്റുകൾ നോക്കാനാണെങ്കിൽ ബാക്കി ആരും തന്നെ ഫൈറ്റ് എടുക്കുന്നില്ല. ടീം നമ്പർ 16 അടുത്ത് 16 നോക്കുകയാണെങ്കിൽ 16 ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 16ലെ മെമ്പേഴ്സ് അനങ്ങാതെയും പിടിക്കാതെ ഒരു കോമ്പൗണ്ടിലിരിക്കുകയാണ്. നമ്മുടെ 3 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെയാണെന്ന് തോന്നുന്നു. തൽക്കാലം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ടീംസ് എല്ലാം അവിടെ റൊട്ടേഷൻ എടുത്ത് തുടങ്ങി. MTX ടീം അവിടെ റെഡക്സ് ടീമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. MTXൻ്റെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. MTX ആൻഡ് റെഡക്സിൻ്റെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്തൂടെ ഏതോ മെമ്പേഴ്സ് പോകുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയത്തില്ല. MTXൻ്റെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. റെഡക്സിൻ്റെ അടുത്തേക്ക് ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ മാക്സിമം ശ്രമിച്ചു എന്ന് തോന്നുന്നു പിടിക്കാനായിട്ട്, പക്ഷേ നടന്നില്ല. എന്തായാലും അടുത്ത നേരെ ചെല്ലി ചെന്ന് F1 ടീമിൻ്റെ അടുത്തേക്കാന്ന് തോന്നുന്നു. MTXലെ മെമ്പേഴ്സ് F1 ടീമിൻ്റെ അടുത്തേക്കാന്ന് തോന്നുന്നു കയറി ചെല്ലുന്നത്. അവിടെ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സോണിനുള്ളിൽ തന്നെ വേറെ എവിടെയെങ്കിലും കയറാനുള്ള ലക്ഷ്യമായിരിക്കും. സ്പെക് ഫിനിക്സ് എന്ന് പറയുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ വാട്ടർ സിറ്റി ഏരിയയിൽ നിൽപ്പുണ്ട്. വാട്ടർ സിറ്റി ഏരിയയിൽ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കില്ലുകളൊന്നും തൽക്കാലം ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെ ബാക്കി വാട്ടർ സിറ്റി ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ ഫിനിക്സിലെ നൂവും ഡീമനും വിക്കും എല്ലാം അവിടെ നമ്മുടെ നല്ല ലൂട്ടൊക്കെ കിട്ടി, നല്ല ഫ്ലെയറൊക്കെ കിട്ടി. അവർ നല്ല ലൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് തൽക്കാലം. അതുമാതിരി ടീം നമ്പർ 23 TGODൻ്റെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്ന TGODലെ മെമ്പേഴ്സ് അവിടെ സോണിലോട്ട് കയറാൻ ശ്രമിച്ചു. ഡയബോളിക്കൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. TGODലെ സ്കോച്ച് ആൻഡ് G9 എല്ലാം ഉള്ളത്. അപ്പോൾ ഹബീബി അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ടീം നമ്പർ 21ലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വണ്ടിയൊക്കെ പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു തോന്നുന്നു. എന്തായാലും MTXലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു ഫ്രണ്ട് കാണുന്ന നേരത്ത്. ടീം നമ്പർ 14 തൊട്ടടുത്തൂടെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ടീം നമ്പർ 40 ബ്ലൈൻഡ് വില്യംസ് അവിടെ MTXലെ ജോക്കറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ MTXൻ്റെ ജോക്കറിൻ്റെ അടുത്തേക്ക് തൊട്ട് ബാക്കിൽ അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് SN4 അവിടെ ബ്ലൈൻഡ് വില്യംസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് വേറെ മെമ്പർ എത്തിയിട്ടുണ്ട്. അപ്പം ബ്ലൈൻഡ് സീനിയർ XP അവിടെ കയറുന്നുണ്ട്. വില്യംസിനെ അവിടെ ഓൾറെഡി ഡൗൺ ചെയ്തിട്ടുണ്ട്. ടാർഗേരിനെ അവിടെ ബ്ലൈൻഡ് സീനിയറിനെ ഡൗൺ ചെയ്തു. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SN4ലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പോരാടിയിട്ടുണ്ട്. MTXലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ കിൽ കൺഫേം ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ ബ്ലൈൻഡ് ടീമിന്. ബാക്കി മെമ്പേഴ്സ് സോൺ ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ MTX അവിടെ ദൂരെ നിന്ന് ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. MTXലെ മെമ്പേഴ്സ് അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടീം SN4-നെതിരെ. അപ്പോൾ MTX ആൻഡ് SN4 തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അവിടെ സ്മോക്ക് ബോളൊക്കെ ഇട്ട് റെഡി ആയിട്ട് വെച്ചേക്കാണ്. SN4 ഇവിടെ സ്മോക്കൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ എന്താകും സ്ഥിതി എന്നറിയത്തില്ല. എന്തായാലും MTXലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് തോന്നുന്നു SN4ലെ മെമ്പേഴ്സ് മനോഹരമായുള്ളൊരു ഫൈറ്റിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. TGODലെ മെമ്പേഴ്സിനെതിരെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഫയറിംഗ് ആണ് നമ്മുടെ ടോർക്ക് BTC എന്തായാലും ടാർഗോ എന്തായാലും നല്ല മനോഹരമായ പേരുകൾ. ടാർഗോ BTC അവിടെ മനോഹരമായിട്ട്. ബിലീവർ അവിടെ ഉണ്ട്. ടാർഗേറിയൻ ഉണ്ട് അവിടെ. അവരെല്ലാം ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. MTX മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതോടൊപ്പം തന്നെ വേറെ ടീംസിനെ നോക്കാനാണെങ്കിൽ നമ്മുടെ സോൾ റിഡക്സിൻ്റെ അടുത്ത് ബാക്കി മെമ്പേഴ്സ് ഉണ്ട്. LMX അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് അവിടെ എത്തുന്നുണ്ട്. LXലെ മെമ്പേഴ്സ് അവിടെ നമ്മുടെ നേരെ TGODൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന TGODലെ മെമ്പേഴ്സുമായിട്ട് സ്പോട്ട് ചെയ്തപ്പോൾ വേണമെങ്കിൽ ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. TGODലെ മെമ്പേഴ്സ് LXലെ ARLനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. LXലെ ക്രഷർ അവിടെ ഇപ്പോഴും ഓടി ചെന്നുകൊണ്ടിരിക്കുന്ന ക്രഷർ ഓൾമോസ്റ്റ് 1 HPയിൽ സ്പോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ക്രഷറിനെ സ്പോട്ട് ചെയ്ത് ഹബീബി ഡൗൺ ചെയ്തിട്ടുണ്ട്. LXലെ ബാക്കി ഇനിയും നിഞ്ച OP മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. നിഞ്ച OPനെയും കൂടെ സ്പോട്ട് ചെയ്യുന്നതോടുകൂടി ഫിനിഷ് ആവുന്നതായിരിക്കും. BRD ഒക്കെ എടുത്ത് മാറുന്നുണ്ട് നമ്മുടെ നിഞ്ച OP. അവിടെ നിന്ന് LXലെ ക്രഷറൊക്കെ അവിടെ നല്ല ഡാമേജിലാണ്. അപ്പോൾ നിഞ്ച OP അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല. എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഞ്ച OP അവിടെ BRD ഒക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് ഫയറിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിഞ്ച OPക്ക് എപ്പോൾ വേണമെങ്കിലും ഫിനിഷ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് BRD പൊട്ടിയായിരിക്കും നിഞ്ച OPയുടെ മരണമെന്ന് തോന്നുന്നു. എന്തായാലും നിഞ്ച അവിടെ നിന്ന് മനോഹരമായിട്ട് പിന്നെ വിട്ടിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ BRD ഒക്കെ. ഇപ്പോൾ SN4ലെ മെമ്പേഴ്സ് ഇപ്പോഴും ഫൈറ്റ് എടുക്കണം. അപ്പോൾ സോൺ വീണ്ടും ഒരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. സോണിലേക്ക് വീണ്ടും റസോക്ക് സിറ്റി ഏരിയ ഒക്കെ ലക്ഷ്യമാക്കി ഉള്ളൊരു സോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹിൽ റിഡ്ജ് ഏരിയയൊക്കെ പിടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു മെമ്പേഴ്സിന്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിലെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ബ്രൂട്ടൽ ടീം എപ്പോൾ വേണമെങ്കിലും ഫിനിക്സിൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്തെടുക്കാം. LXലെ മെമ്പേഴ്സ് LX നിഞ്ച ഇപ്പോഴും വെള്ളത്തിൽ നിന്ന് കയറാനേ ഉള്ളൂ.
അതേമാതിരി LMX ടീമിന് അവിടെ സോണി കയറാനുണ്ട്, റെഡക്സിലെ മെമ്പേഴ്സിന് അവിടെ സോണി കയറാനുണ്ട്. അപ്പം ആ റൊട്ടേഷനിടയിൽ പിടിക്കുമെന്ന് തോന്നുന്നു. റെഡക്സിലെ റെഡക്സിനെ അവിടെ റൊട്ടേഷനിടയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ടി ഗോഡിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ആരെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് SN4ൻ്റെ അടുത്തേക്ക് പോകാം. SN4 അവിടെ ഫയറിംഗ് ഒക്കെ നടത്തുക. ഓക്കെ, BRDM സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തിരിക്കുക. BRDM സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിഞ്ച OP അവിടെ വെള്ളത്തിൽ നിൽക്കേണ്ട. BRDM ഫിനിഷ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നെയ്ഡൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എന്തായാലും BRDM പൊട്ടിച്ചിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. BRDM പൊട്ടിച്ചിട്ടുണ്ട്. നിഞ്ച OP അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. വണ്ടിയൊക്കെ പൊട്ടിച്ചെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിഞ്ച OP അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിഞ്ച OP അവിടെ വെള്ളത്തിൽ കൂടെ ഓടി നടക്കുന്നേ ഉള്ളൂ. നിഞ്ച OPനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ SN ടോർക്ക്. എന്താ സ്മോക്കൊക്കെ ഇട്ട് ആശാൻ പോകുന്നുണ്ട്. നമ്മുടെ നിഞ്ച OPയുടെ അടുത്തേക്ക് അല്ല പോകുന്നത്. എന്തായാലും നിഞ്ച OPനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. നിഞ്ചയുടെ ഒരു തല എവിടെയെങ്കിലും പൊക്കുവാണെങ്കിൽ അന്നേരം ഫയർ കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മുടെ SN4ലെ മെമ്പേഴ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിഞ്ച തലയൊന്നും പൊക്കാൻ കൊടുക്കുന്നില്ല. MTXലെ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്ന MTX മെമ്പേഴ്സ് അവിടെ കയറി തരുന്നുണ്ട്. ഫിനിക്സിൻ്റെ അടുത്തേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രൂട്ടൽ ടീം അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഫിനിക്സ് ടീമുണ്ട്. രണ്ടിടത്ത് ഏരിയയിലായിട്ട് സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. MTX ജോക്കറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടലിലെ MTX ഇവിളിലൊക്കെ അതിനെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫിനിക്സിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ബ്രൂട്ടൽ ടീം ഹോൾഡ് ചെയ്തിരിക്കുന്നു. നേരെ ബ്രൂട്ടൽ ടീം ജമ്പ് ചെയ്തിട്ടുണ്ട്. നേരെ സ്ലാമിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒരു നോക്ക് കിട്ടിയ പാടെ തന്നെ കുട്ടൂസിൻ്റെ അടുത്തേക്ക് ടാസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. കുട്ടൂസ് അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഈവിളിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് വന്ന് റീഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് മാറുന്നുണ്ട്. LXലെ നിഞ്ച OP വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. കില്ലെങ്ങും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ കുട്ടൂസ് അവിടെ വിസിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടൽ അവിടെ കുട്ടൂസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ടെഡി മാത്രമേ ബാലൻസ് ഉള്ളൂ. ഫിനിക്സ് നൂബ് അവിടെ ടാസിലെ ബ്രൂട്ടലിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീൻ ഫ്രീസും ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഫ്രീസ് വലിയൊരു ശല്യമാണ് ബ്രോ. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം കയറാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പം. അടുത്ത മാച്ചിലേക്ക് എൻട്രിങ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അവിടെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 12 ടീമുകളിലായിട്ട് 44 മെമ്പേഴ്സ് ആയിരുന്നു ലൈവ്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് 11 ടീമുകളിലായിട്ട് 43 മെമ്പേഴ്സായിട്ട് ചുരുങ്ങിയിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ സ്ക്രീൻ ഫ്രീസ് ആയിപ്പോയത്. നമ്മൾ തിരിച്ചെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഫിനിക്സിലെ വിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. SN4ലെ മെമ്പേഴ്സ് വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ SN4 മെമ്പേഴ്സ് ആൻഡ് ടീം മെമ്പർ ടി ഗോഡിലെ ഡയബോളിക്കിനെ അവിടെ ബൂഗി ബ്രൂട്ടൽ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വിക്കിനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. വിക്ക് എന്തായാലും അവിടെ റിവൈവ് ആയിട്ടുണ്ട്. വാട്ടർ സിറ്റിയിൽ ഇപ്പോഴും ഫൈറ്റ് നടക്കുന്നേ ഉള്ളൂ. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് വിസി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. വാട്ടർ സിറ്റി ഏരിയയിൽ തൊട്ടടുത്ത് തന്നെ കോമ്പൗണ്ടിൽ ബൂഗി ബ്രൂട്ടലുണ്ട്. അപ്പോൾ 2 മെമ്പേഴ്സ് അവിടെ ഉണ്ട്. MTXലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീം നമ്പർ 23 ബാക്കി ടി ഗോഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ടി ഗോഡിലെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം SN4ലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫിനിക്സ് നൂബ് അവിടെ SN4നെ ബ്ലൂപ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് ഡീമൻ അവിടെ ഓപ്പണിൽ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓപ്പണിൽ ഒരു ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് ഡീമനെ കാണുന്നു. ഡീമൻ്റെ അടുത്തേക്ക് നേടും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നുണ്ട്. ഡീമൻ അവിടെ ഓടി ചെല്ലുന്നുണ്ട്. നമ്മുടെ ടോർഗിനെ ഡൗൺ ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ടാർഗേറിയനെ സ്പോട്ട് ചെയ്ത് അവിടെ നല്ല ഫയർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡീമൻ അവിടെ M24 വെച്ചുള്ളൊരു സ്പ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു ടാർഗേറിയനെ. അപ്പോൾ തൊട്ടടുത്ത് വീട്ടിലൊരു മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡീമിനെ സ്വിച്ച് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടില്ല. നല്ല മനോഹരമായ കവർ ഫയർ ബാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. നൂബിൻ്റെ ഒക്കെ ബിലീവറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോർക്കിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സിൻ്റെ മനോഹരമായ കവറിങ് ആയിരുന്നു അവിടെ ബാക്കിൽ നിന്ന് കണ്ടത്. അപ്പം നമ്മുടെ SN4ലെ 2 മെമ്പേഴ്സിനെ അവിടെ എടുത്തിട്ടുണ്ട്. ഫിനിക്സിൻ്റെ ടീം കില്ല് ഇപ്പോൾ ദൂരം ഒന്നായിട്ടുള്ളൂ. ബാക്കി ഫിനിക്സ് മെമ്പേഴ്സ് എല്ലാം അവിടെ റീഗ്രൂപ്പ് ചെയ്യുന്നു. ബാക്കി ഇങ്ങേറ്റത്തുനിന്ന് നമ്മുടെ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ആൻഡ് F1ൻ്റെ ഫൈറ്റ് നടക്കുന്ന ഫിനിക്സ് ആസ്ട്ര അവിടെ ബിലീവറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ നമ്മുടെ ടീം നമ്പർ 10ലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് എല്ലാം സ്റ്റിൽ ലൈവാണ്. അപ്പം SN4നെ അവിടെ സോണിൽ കയറാൻ അനുവദിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബ്രൂട്ടലൊക്കെ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ടി ഗോഡിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ഗോഡിലെ മെമ്പേഴ്സ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരെ കാണുന്നില്ല ഇപ്പോൾ സീനിൻ്റെ. എന്തായാലും അപ്പോൾ തൊട്ടടുത്ത് ഇവർ ഫിനിക്സ് ടീമിനും അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. സോണിൻ്റെ ഡാമേജ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. SN4ലെ മെമ്പേഴ്സിന് അവിടെ സോണിൽ ബ്രൂട്ടൽ ടീം അവിടെ ഹോൾഡ് ചെയ്യുകയാണ്. ബ്രൂട്ടൽ ടീമിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്ന ഫിനിക്സിലെ മെമ്പേഴ്സ്. അപ്പോൾ ബ്രൂട്ടൽ ടീം എപ്പോൾ വേണമെങ്കിലും
വെളിയിൽ കൂടെ വന്നിരുന്ന ടീമിനെ ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അവിടെ കയറി ഫയർ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഫിനിക്സ് ആസ്ട്രനെ അവിടെ സ്പോട്ട് ചെയ്ത് ആദ്യം ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് നൂബ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും നൂബിന് നല്ല ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണിൻ്റെ എഡ്ജിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ഫൈറ്റുകൾ ഇവിടെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്നുള്ളത് B4M ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൗണ്ട് സീറോ T-ഗോഡിൻ്റെ എല്ലാം ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിനിക്സിലെ 2 മെമ്പേഴ്സ് വീക്ക് ആൻഡ് നൂബ് മാത്രം ശേഷിക്കുന്നു. ഡീമൻ ആൻഡ് ആസ്ട്ര അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. റിയാസ് B4M ഒക്കെ അവിടെ ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. T-ഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഗ്രൗണ്ട് സീറോ ആയിട്ട് ഫൈറ്റ് എടുക്കുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റിൽ നമുക്ക് നോക്കാം. T-ഗോഡിലെ 4 മെമ്പേഴ്സ് അലൈവാണ്. ഗ്രൗണ്ട് സീറോയിലെ 2 മെമ്പേഴ്സ് അലൈവാണ്. നേടുകളുടെ ഒരു കൂമ്പാരം തന്നെ കാണാം. T-ഗോഡിലെ G9 അവിടെ മാക്സ് GC, ഫിനിക്സ് വിക്സ് അവിടെ ഡിസ്പാറ്റർ B4M-നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. B4M-ലെ 2 മെമ്പേഴ്സിനെ അവിടെ ഫിനിക്സിലെ മെമ്പേഴ്സ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ടലിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ കയറുന്നുണ്ട്. ഫിനിക്സ് നൂബിനെ അവിടെ സ്പോട്ട് ചെയ്ത് VC ബ്രൂട്ടൽ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് വിക്ക് അവിടെ മാക്സിമം സ്പ്രേ ഫിനിക്സ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്രൂട്ടൽ ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടീം നമ്പർ 10-ലെ മെമ്പേഴ്സ് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സുമായിട്ട് T-ഗോഡ് അവിടെ ഫയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് F1 ആൻഡ് നമ്മുടെ ടോപ്പ് 5 മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. T-ഗോഡ് ടീമിന് നോക്കുകയാണെങ്കിൽ T-ഗോഡ് ടീം ഇപ്പോഴും വെയിറ്റ് ചെയ്ത് ഫയറിംഗ് ആണ്. കട്ട ഫയറിംഗ് ആണ്. ഹോഗ് റൈഡറൊക്കെ അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ B4M ആൻഡ് ബ്രൂട്ടൽ ടീമിൻ്റെ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഓപ്പണിൽ നിന്നതിൻ്റെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തായാലും B4M ടീമിനെ അവിടെ സോണിൽ കയറാൻ സമ്മതിക്കുന്നില്ല ബ്രൂട്ടൽ ടീം. അപ്പോൾ ബ്രൂട്ടൽ ടീം അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ടോഗ്ലെ ഹബീബി ആൻഡ് സ്കോച്ച് എല്ലാം അവിടെ വെച്ച് അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ ചെല്ലുന്നുണ്ട് T-ഗോഡിനെ ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ T-ഗോഡ് ഡയബോളിക്കിൻ്റെ അടുത്തേക്ക് ബ്രൂട്ടൽ ടീമിലെ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. ബ്രൂട്ടലിലെ ബൂഗി ആൻഡ് VC ബ്രൂട്ടൽ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഹോഗ് റൈഡറൊക്കെ അവിടെ ഡൗൺ ചെയ്തിട്ട് F1-ലെ മാഡ്മാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡിസ്പാറ്റർ B4M-നെ ബെയിൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ F1-ലെ ബെയിൻ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് സീറോ DP തമ്മിലുള്ള ഫൈറ്റ് എന്ത് കവർ ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ചട്ടപ്പെട്ട പൊട്ടിപ്പൊട്ടലുകൾ മാത്രം കേൾക്കുന്നു. VC ബ്രൂട്ടൽ അവിടെ ഡയബോളിക്കിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ടലൊക്കെ സോണിൽ പെട്ടുപോയിട്ടുണ്ട്. എന്തായാലും ബൂഗി അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. VC ബ്രൂട്ടൽ എന്തായാലും ഫിനിഷ് ആകുമെന്ന് അവർക്കറിയാം. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ഹോഗ് റൈഡർ അവിടെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു. വണ്ടി എടുത്ത് കയറി ചെന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് എല്ലാം എലിമിനേറ്റ് ആയിട്ടുണ്ട്. B4M ഇനി B4M 4 ടീമുകൾ മാത്രം. B4M F1 T-ഗോഡ് ആൻഡ് ബൂഗി ബ്രൂട്ടലൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. T-ഗോഡിലെ മെമ്പേഴ്സിനെതിരെ T-ഗോഡ് സ്കോച്ചൊക്കെ അവിടെ ഹോൾഡ് ചെയ്ത് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ബ്രൂട്ടലിന് ബൂഗിക്കെതിരെ നല്ല ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹബീബിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട് ബൂഗി ബ്രൂട്ടൽ. എന്തായാലും T-ഗോഡ് ഇപ്പോൾ ഈ സമയത്തൊന്നും ചെയ്യുന്നില്ല. അവിടെ തിരിച്ച് ഫയറിക്കുന്നു. F1-ലെ ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. F1 മാഡ്മാൻ അവിടെ ഡൗൺ ആണ്. ബെയിൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബെയിൻ അവിടെ SU അജ്മലിൻ്റെ അടുത്തേക്ക് ആണ് നിൽക്കുന്നത്. അപ്പം ബെയിൻ അവിടെ മാക്സിമം സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. T-ഗോഡിലെ സ്കോച്ച് അവിടെ നല്ല സ്മോക്കൊക്കെ ഇട്ട് നല്ല കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹബീബിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ടോപ്പ് 4 ടീമുകൾ തമ്മിലുള്ള മാച്ചാണ്. F1-ലെ മാഡ്മാൻ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ബെയിനും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. B4M-ലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് F1 ടീമിനെ. അപ്പോൾ B4M-ലെ മെമ്പേഴ്സ് T-ഗോഡിലെ മെമ്പേഴ്സ് ആൻഡ് ബൂഗി ബ്രൂട്ടലാണ് ബാലൻസ് ശേഷിക്കുന്നത്. ബൂഗി ബ്രൂട്ടലിനെ നോക്കുകയാണെങ്കിൽ ബൂഗി ബ്രൂട്ടൽ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ T-ഗോഡിലെ മെമ്പേഴ്സിനെ ബാക്കിൽ കൂടെ T-ഗോഡ് സ്കോച്ച് സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബൂഗി ബ്രൂട്ടലിനെ. അപ്പോൾ ടോപ്പ് 2 ടീമുകളാണ്. B4M ആൻഡ് T-ഗോഡിൻ്റെ മാച്ചാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ B4M ടീം നല്ലൊരു റിജിൻ്റെ കവറിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ T-ഗോഡിലെ മെമ്പേഴ്സ് നല്ലൊരു കവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ദ സോണിൽ പിടിച്ചെടുക്കുകയാണ് T-ഗോഡിലെ G9. അവിടെ T-ഗോഡ് ഹബീബി ആൻഡ് സ്കോച്ച് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ SU അജ്മലൊക്കെ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ സോണിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. അപ്പം എപ്പോൾ വേണേലും ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് അവർക്ക്. സോണിൽ കയറുന്ന വഴിക്ക് തന്നെ നമ്മുടെ റിയാസ് ഇപ്പോഴും സോണിന് വെളിയിലാണ് നിൽക്കുന്നത്. SU അജ്മൽ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി എടുത്ത് കയറുന്നുണ്ട് റിയാസ്. എന്തായാലും റിയാസ് അവിടെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിൻ്റെ വേറൊരു എഡ്ജിൽ പോകാനുള്ള ശ്രമത്തിലാണ്. റിയാസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയാസ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അജ്മലിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പം T-ഗോഡിലെ മെമ്പേഴ്സ് ഒന്ന് സ്പ്ലിറ്റായിട്ട് നിൽക്കുകയാണ്. റിയാസ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അജ്മലിൻ്റെ അടുത്തേക്ക് ഒരു മനോഹരമായ നീഡ് എപ്പോൾ വേണമെങ്കിൽ പൊട്ടുവാണെങ്കിൽ തീർന്നു എന്ന് പറയാം. ജസ്റ്റ് മിസ് എന്തായാലും തീർന്നിട്ട് SU അജ്മലിനെ ഹബീബി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന SU അജ്മലിൽ ഹബീബിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. സ്കോച്ച് അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്കോച്ചിന് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ എടുത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാച്ച് ഇന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. വാർഗോഡിൻ്റെ മാച്ച്. അപ്പോൾ T-ഗോഡ് ടീം അവിടെ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെ 5-3 കിലോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ T-ഗോഡ് ടീമിൻ്റെ. B4M ടീം 2ാം സ്ഥാനത്ത് 9 കിലോട് കൂടി. 3ാം സ്ഥാനത്ത് ബ്രൂട്ടൽ ടീം 10 കിലോട് കൂടി. F1 ടീം 4ാം സ്ഥാനത്ത് അവിടെ 3 കിലോട് കൂടി. ഗ്രൗണ്ട് സീറോ 5ാം സ്ഥാനത്ത് 7 കിലോട് കൂടി. ഫിനിക്സ് ടീം അവിടെ 2 കിലോട് കൂടി 6ാം സ്ഥാനത്ത്. 7ാം സ്ഥാനത്ത് SN4 2 കിലോട് കൂടി. 8ാം സ്ഥാനത്ത് WTF ടീമാണ്. AKC ടീം 9ാം സ്ഥാനത്ത്. LMX ടീം 10ാം സ്ഥാനത്ത്. 11ാം സ്ഥാനത്ത് MTX ടീമാണ്.
റെഡ് എക്സിലെ മെമ്പേഴ്സ് 12ാം സ്ഥാനത്താണ്. അതേമാതിരി തന്നെ LXലെ മെമ്പേഴ്സ് 13ാം സ്ഥാനത്ത്, ബ്ലൈൻഡിലെ മെമ്പേഴ്സ് 14ാം സ്ഥാനത്ത്, 1X മെമ്പേഴ്സ് 15ാം സ്ഥാനത്ത്, NOT മെമ്പേഴ്സ് 16ാം സ്ഥാനത്ത് ആൻഡ് 17ാം സ്ഥാനത്ത് എലിമിനേറ്റ് അയക്കുന്ന ആഷസ് മെമ്പേഴ്സ് DC 18ാം സ്ഥാനത്ത്, വാർഗോഡ് 19ാം സ്ഥാനത്ത്, PXലെ മെമ്പേഴ്സ് 20ാം സ്ഥാനത്ത് ആൻഡ് ZRM 21ാം സ്ഥാനത്താണ് എലിമിനേറ്റ് അയക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാച്ചിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട്സ് കാണാൻ സാധിച്ചത്. അപ്പം ഗൈസ്